ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. അനുഭൂതി നമുക്ക് തുടർന്ന് നോക്കാം. ശ്രീഹരിം പരമാനന്ദം ഉപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം നമാമ്യഹം. കഴിഞ്ഞ ദിവസത്തെ 89-ാമത്തെ ശ്ലോകം വരെ നമ്മള് ജഗത് മിഥ്യ എന്നുള്ള ഭാഗത്തെ കുറിച്ച് ആണ്, മിഥ്യാത്വം അതിനെക്കുറിച്ചാണ് കൂടുതലായിട്ടെല്ലാം മനസ്സിലാക്കിയത്. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ആചാര്യസ്വാമികൾ നമ്മുടെ നിത്യജീവിതത്തിൽ നിന്ന് കാണിച്ചു തന്നു. അതെപ്പോഴും ഓർക്കണം എന്ന് പറഞ്ഞു. ഇനി ആചാര്യസ്വാമി വേറെ ഒരു ഹെഡിങ്ങിലേക്ക് പോവുകയാണ്. അതായത് ജ്ഞാനിക്ക് പ്രാരബ്ധമുണ്ടോ ഇല്ലയോ, ഇങ്ങനൊരു ചർച്ച പൊതുവെ ഉണ്ട്. ഒരാൾ ജ്ഞാനിയായാൽ അയാൾക്ക് പിന്നെ പ്രാരബ്ധമുണ്ടോ ഇല്ലയോ, അതിനെക്കുറിച്ച് ആചാര്യസ്വാമി 90 മുതൽ 99 വരെ ഉള്ള ശ്ലോകങ്ങളിൽ പറയാണ്. എന്നുവെച്ചാൽ അത് വ്യക്തമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ആയതുകൊണ്ടാണ്. കാരണം ജ്ഞാനം കൊണ്ട് എന്താണ് സിദ്ധിക്കുന്നത്? ജ്ഞാനം കൊണ്ട് സിദ്ധിക്കുന്നത് ഈശ്വര സാക്ഷാത്കാരം. അപ്പൊ പിന്നെ അവിടെ പ്രാരബ്ധമുണ്ടോ ഇല്ലയോ, ഇതാണ് വിഷയം. അപ്പൊ ഇതൊരു വലിയൊരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ ആചാര്യസ്വാമി അതിനെ 90 മുതൽ 99 വരെയുള്ള ശ്ലോകങ്ങളായിട്ട് വളരെ വ്യക്തമാക്കി തരികയാണ് അതിൻ്റെ യഥാർത്ഥ കാര്യം. നമുക്ക് നോക്കാം എന്താണ് ആദ്യത്തെ 90-ാമത്തെ ശ്ലോകം. ഉത്പന്നേപ്യാത്മവിജ്ഞാനേ പ്രാരബ്ധം നൈവ മുഞ്ജതി ഇതി യത് ശ്രൂയതേ ശാസ്ത്രേ തന്നിരാക്രിയതേധുനാ. ഉത്പന്നേപ്യാത്മവിജ്ഞാനേ പ്രാരബ്ധം നൈവ മുഞ്ജതി ഇതി യത് ശ്രൂയതേ ശാസ്ത്രേ തന്നിരാക്രിയതേധുനാ. ജ്ഞാനിയുടെ പ്രാരബ്ധകർമ്മം ഉണ്ടോ ഇല്ലയോ? ശരിക്കും ജ്ഞാനിക്ക് പ്രാരബ്ധകർമ്മം ഇല്ല എന്നാണ് പ്രധാനമായിട്ടും ആചാര്യസ്വാമി ഇപ്പോൾ നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. 100-ാമത് ശ്ലോകം മുതൽ അപരോക്ഷാനുഭൂതിയുടെ അവസാനം വരെ നിധിധ്യാസനം എന്ന സബ്ജക്റ്റായിരിക്കും ആചാര്യസ്വാമി നമ്മളെ പഠിപ്പിക്കുന്നത്. അവിടെയാണ് സാധനങ്ങളൊക്കെ പറയുക. ജ്ഞാനനിഷ്ഠ വരുത്തുവാനായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ആ ഭാഗത്ത് പറയും. നിധിധ്യാസനം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അപരോക്ഷാനുഭൂതിയിലെ അതാണ്. അത് 100 മുതൽ അവസാനം വരെ. ഇപ്പോ പൊതുവെ എന്താ പറയണേ? ആത്മജ്ഞാനം 2 വിധം കർമ്മങ്ങളെ നശിപ്പിക്കും എന്നാണ് പൊതുവെ പറയുക. ആത്മജ്ഞാനം 2 വിധം കർമ്മങ്ങളെ നശിപ്പിക്കും എന്ന് പൊതുവെയുള്ള പറച്ചിലാണ്. എന്താണത്? 2 നശിപ്പിക്കും, 1 ബാക്കി നിൽക്കും. 2 തരം കർമ്മങ്ങളെ നശിപ്പിക്കും, 1 ബാക്കി നിൽക്കും. എന്താണ് ആദ്യത്തെ 2? സഞ്ചിതവും ആഗാമിയുമാണ് ആദ്യം. അത് 2ഉം നശിപ്പിക്കപ്പെടും എന്ന് പറയും. സഞ്ചിതവും ആഗാമിയും. പിന്നെയോ, സഞ്ചിതം മുൻ ജന്മത്തിലെ എല്ലാം കൂട്ടി വെച്ചിരിക്കുന്ന ഒരു വലിയ ബണ്ടിലാണ് സഞ്ചിത കർമ്മം. വലിയൊരു ബണ്ടിലാണ്. ആഗാമി ഈ ജന്മം നമ്മൾ ഫലം പ്രതീക്ഷിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ, അതായത് അവ പിന്നീട് ഫലം തരും. ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അവ ഫലം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്താൽ അത് പിന്നെ ഫലം കിട്ടണമല്ലോ, കിട്ടിയേ പറ്റുള്ളൂ. അത് കർമ്മ നിയമമാണല്ലോ. അപ്പോ ഫലം കിട്ടാൻ ഫലം പ്രതീക്ഷിക്കുന്ന കർമ്മങ്ങളാണ് ആഗാമിയായിട്ട് വരുന്നത്. അപ്പൊ ഈ ആഗാമി ശരിക്കും പറഞ്ഞാൽ എവിടെ കൂടും? സഞ്ചിതത്തിന്റെ കൂടെ കൂടും. നമ്മുടെ ശരീരം വിടുമ്പോൾ അതിൻ്റെ കൂടെ കൂടും. സഞ്ചിതം വെളിപ്പെടുമ്പോഴാണ് അതിനെ
പ്രാരബ്ധം എന്ന് പറയാം. വലിയ ബണ്ടില്, ആ ബണ്ടിലിൽ നിന്ന് കുറച്ച് എടുത്ത് ഇങ്ങോട്ട് വിടുമ്പോഴാണ് നമ്മൾ അതനുഭവിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ അതിനെ പ്രാരബ്ധം എന്ന് പറയും. ഈ ആഗാമിയും സഞ്ചിതത്തിലങ്ങ് ചേരുകയാണ്. പക്ഷേ ആത്മജ്ഞാനം സഞ്ചിതത്തെയും ആഗാമിയെയും നശിപ്പിക്കും. അതാണ് വളരെ പ്രത്യേകമായിട്ടൊരു കാര്യം. സഞ്ചിതത്തെ, ആ ബണ്ടിൽ മുഴുവൻ നശിപ്പിച്ചു കളയും. ഇനി ആഗാമി ഉണ്ടായി അതിനകത്തേക്ക് ചേരുകയില്ല. പ്രാരബ്ധം എന്നാൽ സഞ്ചിതത്തിൽ നിന്ന് വെളിപ്പെട്ടത്, ഈ ജന്മത്തിന് കാരണമായ കർമ്മഫലം. പ്രാരബ്ധം എന്നാൽ സഞ്ചിതത്തിൽ നിന്ന് വെളിപ്പെട്ട ഈ ജന്മത്തിന് കാരണമായ കർമ്മഫലം. ഈ കർമ്മഫലം അനുഭവിച്ചേ തീരൂ, നശിക്കില്ല എന്നാണ് സാധാരണ പറയാ, അല്ലെ? നമ്മളെല്ലാം കേട്ടിട്ടുള്ളത് അങ്ങനെയാണ്. ഈ ശരീരം കിട്ടി, ഇതിന് പ്രാരബ്ധം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. സഞ്ചിതത്തിൽ നിന്നൊരു ഭാഗം എടുത്തതാണ്. അതുകൊണ്ട് അത് മുഴുവൻ അനുഭവിച്ച ശേഷമേ ഈ ശരീരം പാദമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ജ്ഞാനം ലഭിച്ചാലും പ്രാരബ്ധം അനുഭവിച്ചേ തീരൂ എന്നാണ് പൊതുവെ ഒരു പറച്ചിലുള്ളത്. ഇവിടെ ആചാര്യസ്വാമി പറയുന്നു, ഒരു വീക്ഷണത്തിൽ, ഒരാംഗിളിൽ കൂടി നോക്കുകയാണെങ്കിൽ ജ്ഞാനിക്ക് പ്രാരബ്ധ കർമ്മവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആചാര്യസ്വാമി വളരെ കാര്യമായിട്ട് പറയുന്നൊരു കാര്യം ഇതാണ്. ഒരാംഗിളിൽ കൂടെ നോക്കുമ്പോൾ ജ്ഞാനിക്ക് പ്രാരബ്ധ കർമ്മവും നശിപ്പിക്കപ്പെട്ടു. ആ ഒരു രീതിയിലാണ് ഇനി ആചാര്യസ്വാമി ഇവിടെ നമ്മളെ ശ്ലോകങ്ങൾ പറഞ്ഞു തരാൻ പോകുന്നത്. പ്രാരബ്ധവും ഇല്ല ജ്ഞാനിക്ക് എന്നതാണ് ഇപ്പോൾ നമ്മളെ ബോധ്യപ്പെടുത്താൻ പോകുന്നത്. ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം പ്രാരബ്ധം ഇല്ല. ഇത് നമ്മൾ അടിവരായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പൊതുവെ കേൾക്കുന്നതെല്ലാം എങ്ങനെയാണ്? ശരീരപാദം വരെ പ്രാരബ്ധം അനുഭവിച്ച് ശരീരം വീഴും എന്ന് പറയും. പക്ഷെ ആചാര്യസ്വാമിയോട് വ്യക്തമാക്കി തരുന്നു, പ്രാരബ്ധമില്ല ജ്ഞാനിക്ക്. അതെന്തിനാ ആചാര്യസ്വാമി അങ്ങനെ പറയണേ? അപ്പോഴേ ആ ജ്ഞാനത്തിന്റെ ശക്തി, ആ ജ്ഞാനത്തിന് എത്രമാത്രം ശക്തിയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാനാണ്. ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടല്ല, അനുഭവിച്ചേ തീരുവെങ്കിൽ പിന്നെ ജ്ഞാനം കിട്ടിയിട്ട് എന്താ കാര്യം? ഇനി ഒരു ജന്മം ഉണ്ടാവില്ല എന്നുള്ളൂ. പിന്നെ ഇനിയുള്ള ജ്ഞാനം, ഏത് സമയവും ജ്ഞാനം ഉദിക്കാം. സ്വയം ഞാൻ ആത്മാ എന്ന് നമുക്ക് ബോധ്യപ്പെടാം. ബോധ്യപ്പെട്ട ശേഷമുള്ള പിന്നെയും ഈ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ച് പ്രാരബ്ധം അനുഭവിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ജ്ഞാനം കൊണ്ട് ഇപ്പം എന്താ ഇത്ര വലിയ കാര്യം എന്നൊരു ചിന്ത ഉണ്ടാകാമല്ലോ. അപ്പോ അങ്ങനെ വരാതിരിക്കാനാണ് ഏത് നിമിഷം ജ്ഞാനം ലഭിക്കുന്നോ ആ നിമിഷം മുതൽ എല്ലാത്തിൽ നിന്നും വിടുതലയാണ് എന്നാണ് ആചാര്യസ്വാമി പറയാൻ പോകുന്നത്. അപ്പൊ ഒരു ചോദ്യം, പ്രാരബ്ധം, അതെ, ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം പ്രാരബ്ധമില്ല എന്ന് വ്യക്തം പറയുന്നു. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്നു, പ്രാരബ്ധമില്ലാതെ, ഈ ശരീരം പ്രാരബ്ധം കൊണ്ട് വന്നതാണല്ലോ, അയാൾ ഇപ്പോൾ ഈ ശരീരത്തിൽ തന്നെയല്ലേ ഇരിക്കുന്നേ, അപ്പൊ പിന്നെ എങ്ങനെയാ പ്രാരബ്ധമില്ലെന്ന് പറയാൻ പറ്റുക എന്നൊരു ചോദ്യം. ശരീരം എന്ന് പറഞ്ഞാൽ ഈ പ്രാരബ്ധം കൊണ്ടുണ്ടായത്. അപ്പോ ജ്ഞാനിക്ക് ശരീരം നമ്മൾ കാണുന്നുണ്ട്, ശരീരമുണ്ട്. ജ്ഞാനി, എത്രയോ ഗുരുക്കന്മാരെ, ജ്ഞാനികളെ നമ്മൾ കാണുന്നു, ശരീരമുണ്ട്. അപ്പൊ പിന്നെ എങ്ങനെ പ്രാരബ്ധമില്ല എന്ന് പറയണേ? ശരീരം പ്രാരബ്ധമല്ലേ എന്നാണ് അടുത്ത ചോദ്യം. നല്ല ചോദ്യമാണ്, വളരെ ഗഹനമായ ഒരു ചോദ്യം. അപ്പൊ എങ്ങനെ പ്രാരബ്ധം ഇല്ലെന്ന് പറയാൻ പറ്റും? ശാസ്ത്രം പറയുന്നു പ്രാരബ്ധമുണ്ട്. ശാസ്ത്രത്തിൽ അങ്ങനെ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, പ്രാരബ്ധമുണ്ട്. വേറെ ആംഗിളിൽ ഇല്ല എന്നും പറയുന്നുണ്ട്. രണ്ടും പറയുന്നുണ്ട്. അപ്പൊ ഏതാണ് ശരി? ജ്ഞാനിക്ക് പ്രാരബ്ധമുണ്ടോ ഇല്ലയോ? അപ്പോൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഒരു മറുചോദ്യമുണ്ട് അവിടെ. ജ്ഞാനിക്ക് പ്രാരബ്ധമുണ്ടോ ഇല്ലയോ എന്ന് വലിയൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിനൊരു മറുചോദ്യം. താങ്കൾ ഈ ചോദ്യം ചോദിക്കുന്നത് ആരുടെ വീക്ഷണത്തിൽ നിന്നുകൊണ്ടാണ്? ചോദ്യം ചോദിക്കുന്നത് ആരുടെ വീക്ഷണത്തിൽ നിന്നുകൊണ്ടാണ്? ജ്ഞാനിയുടെ വീക്ഷണത്തിൽ നിന്നുകൊണ്ടാണോ ചോദിക്കുന്നത്? അജ്ഞാനിയുടെ വീക്ഷണത്തിൽ നിന്നുകൊണ്ടാണോ? ചോദ്യം ചോദിക്കുന്നത് ജ്ഞാനിയുടെ വീക്ഷണത്തിലാണോ അജ്ഞാനിയുടെ വീക്ഷണത്തിലാണോ? കാരണം മറുപടിക്ക്
വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ജ്ഞാനിയുടെ സ്റ്റാൻഡ് പോയിന്റില്, ജ്ഞാനിയുടെ വീക്ഷണത്തില് പ്രാരബ്ധം ഇല്ല. ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം പ്രാരബ്ധമില്ല. അങ്ങേരുടെ വീക്ഷണത്തിൽ ഒരു പ്രാരബ്ധവും ഇല്ല. ജ്ഞാനം വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രാരബ്ധം അവിടെ ഒന്നുമില്ല. അജ്ഞാനിയുടെ വീക്ഷണത്തില് പ്രാരബ്ധമുണ്ട്. അതാണ് ആചാര്യസ്വാമി നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ജ്ഞാനിയുടെ വീക്ഷണത്തിലില്ല, അജ്ഞാനിയുടെ വീക്ഷണത്തിൽ ഉണ്ട്. കാരണം അജ്ഞാനി അജ്ഞാനത്തിൽ കൂടെയാണല്ലോ ഇതെല്ലാം കാണുന്നത്, അതുകൊണ്ടുണ്ട്. ജ്ഞാനിക്ക് ജ്ഞാനത്തില് എന്താ സംഭവിക്കുക? സർവകർമ്മനാശം സംഭവിക്കും. ജ്ഞാനം കൊണ്ട് സർവകർമ്മനാശം. അതാണ് അതിനാണല്ലോ ജ്ഞാനം സമ്പാദിക്കാൻ എല്ലാവരും ഇത്രയധികം ഉത്സാഹിക്കുന്നത്. സർവകർമ്മനാശമാണ്. അപ്പൊ 90ാമത് ശ്ലോകം മുതൽ 99 വരെ പ്രാരബ്ധ നിഷേധം ആണ് ആചാര്യസ്വാമി. പ്രാരബ്ധ നിഷേധ 3 കർമ്മങ്ങൾ: സഞ്ചിതം, പ്രാരബ്ധം, ആഗാമി. ഒരു സാധകന് ജ്ഞാനം വന്ന ഉടൽ ആഗാമി എത്ര ഈ ജന്മത്തിൽ ഉണ്ടായി എങ്കിലും അത് മുഴുവൻ നശിക്കും. ഈ ജന്മത്തിൽ എത്ര ആഗാമി ഉണ്ടെങ്കിലും ഉണ്ടായി എങ്കിലും ജ്ഞാനം വരുമ്പോ അതെല്ലാം നശിച്ചു പോകും. സഞ്ചിതം എത്ര വലിയ ബണ്ടിലാണെങ്കിലും, എത്ര ജന്മങ്ങളിലെ ബണ്ടിലാണെങ്കിലും അത് മുഴുവൻ നശിച്ചു പോകും. പിന്നെ പ്രാരബ്ധം ശരീരപാദം വരെ കാണും, അതിനുശേഷം വിദേഹമുക്തി. ഇങ്ങനെയാണ് സാധാരണ പറയാറുള്ളത്. പ്രാരബ്ധം ശരീരപാദം വരെ കാണും, അതിനുശേഷം വിദേഹമുക്തി. ഇതാണ് സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളത്. ഇപ്പോ അഡ്വാൻസ്ഡ് ആയൊരു ലെവലിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് ആചാര്യസ്വാമി നമുക്ക് പറഞ്ഞു തരുന്നത് ജ്ഞാനിക്ക് പ്രാരബ്ധവും നീക്കപ്പെടുന്നു എന്ന്. ഇത് ഈ സമയത്ത് പറഞ്ഞാലേ മനസ്സിലാവും. ആദ്യത്തെ സ്റ്റെപ്പുകളിലുള്ളവരോട് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിങ്ങനെ തർക്കമായിട്ട് മനസ്സിൽ കിടക്കുകയുള്ളൂ. മനസ്സിൽ ഇത് ക്ലാരിറ്റി വരിക. ഇപ്പൊ നമ്മൾ ഇത്രയൊക്കെ മനസ്സിലാക്കി, മിഥ്യയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്ത ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. മനസ്സിലെങ്കിലും ഉണ്ട് അതെല്ലാം. പ്രാക്ടിക്കലി ഒന്നും ആയില്ലെങ്കിലും നമ്മൾ കുറെ അറിവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇടയ്ക്ക് നമ്മളെ മഹാമത എന്ന് വിളിച്ചല്ലോ. പണ്ട് മൂഢന്മാരായിരുന്ന ആ ഒരു സ്റ്റേജിൽ നിന്ന് ആചാര്യസ്വാമി കഴിഞ്ഞ 1-2 ശ്ലോകത്തില് നമ്മളെ മഹാമതേ എന്ന് വിളിച്ചു. അപ്പൊ അതുകൊണ്ട് മഹാമത എന്നുള്ള ലെവലിൽ നിന്നുകൊണ്ട് വേണം ഇപ്പൊ ഇതിനെ മനസ്സിലാക്കാൻ. അപ്പോ ജ്ഞാനിക്ക് പ്രാരബ്ധവും നീക്കപ്പെടുന്നു, എല്ലാ കർമ്മങ്ങളും നശിക്കുന്നു. ശാസ്ത്രം പറഞ്ഞ കാര്യത്തെയും ആചാര്യസ്വാമി പറയും. ഏത് അടിസ്ഥാനത്തിലാണ് ശാസ്ത്രം അങ്ങനെ പറഞ്ഞത് എന്ന് പറയും. ആത്മജ്ഞാനം അഥവാ മോക്ഷം എന്ന ഫലത്തെ തരണമെങ്കിൽ, ആ ആത്മജ്ഞാനം നമുക്ക് മോക്ഷം എന്ന ഫലത്തെ തരണമെങ്കിൽ ജ്ഞാനം ലഭിച്ചില്ല എന്ന് പറയാം. ആ ജ്ഞാനം ലഭിച്ചാലേ മോക്ഷം എന്ന ഫലത്തെ തരണം. ആ മോക്ഷം എന്ന ഫലത്തെ തന്നില്ലെങ്കിൽ എന്താ ഇതിനർത്ഥം? ജ്ഞാനം ലഭിച്ചില്ല എന്നർത്ഥം. ആത്മജ്ഞാനം മോക്ഷം തരണം. മോക്ഷം എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു കർമ്മങ്ങളും ഇല്ല, ഒരു കാര്യങ്ങൾ അനുഭവിക്കേണ്ട കാര്യമില്ല. അനുഭവം എന്നുള്ളൊരു സംഭവം അവിടെ ഇല്ല. നേരത്തെ പറഞ്ഞല്ലോ, അനുഭവത്തിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് പറയും, എന്താണ് ഈ അനുഭവം എന്നുള്ളത്. അപ്പൊ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. ആ ഒരു അവസ്ഥയെ തന്നില്ലെങ്കിൽ അപ്പൊ ഇതിനർത്ഥം ആത്മജ്ഞാനം ലഭിച്ചിട്ടില്ലെന്നുള്ളത്. ദ്വൈതം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അതായത് സംസാരിയായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം ഒന്നും നമ്മെ ബാധിക്കാതിരിക്കുന്ന അവസ്ഥയാണല്ലോ ജ്ഞാനം, അല്ലെ? സംസാരിയായിട്ടിരിക്കുമ്പോ ഉണ്ടാകുന്ന അനുഭവങ്ങളൊന്നും നമ്മെ ബാധിക്കാതിരിക്കുന്ന അവസ്ഥയ്ക്കാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഈ ജ്ഞാനഫലം ജ്ഞാനി അനുഭവിക്കാൻ എന്താണ് കാരണം? ജ്ഞാനഫലം നേരത്തെ പറഞ്ഞു. ജ്ഞാനഫലം ജ്ഞാനി അനുഭവിക്കാൻ എന്താണ് കാരണം? ലാഭത്തിലും നഷ്ടത്തിലും
ഒരേ മനസ്സ്. അതാണ്, അങ്ങനെയാണ് എല്ലാത്തിലും ഒരേ മനസ്സാണ്. ഒരേ മനസ്സാവുമ്പോൾ ജ്ഞാനഫലം അനുഭവിക്കപ്പെടും അവിടെ. അപ്പൊ എങ്ങനെയാണ് ഈ ലാഭത്തിലും നഷ്ടത്തിലും ഒരേ മനസ്സ് എന്നുള്ള ആ ജ്ഞാനം എങ്ങനെ ഈ ഫലം തരുന്നു? ജ്ഞാനിക്ക് ലഭിച്ച ജ്ഞാനസ്വരൂപം എങ്ങനെയുള്ളതാണ് എന്നാണെങ്കിൽ, ഈ ശരീരത്തിന് വരുന്ന അനുഭവങ്ങളുമായി എനിക്ക് ഒരു സംബന്ധവും ഇല്ല എന്ന രീതിയിലാണ് ആ ജ്ഞാനത്തിന്റെ അവസ്ഥ, അല്ലെ? എന്താണ് അവിടെ? ആത്മാ എന്നാണ്. ആത്മജ്ഞാനം. ഞാൻ ആത്മാ എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അപ്പൊ എന്താണ് ഞാൻ അല്ല എന്ന് തോന്നുന്നത്? എന്തിനാണ് ഇത്രയും കാലം ഞാൻ ആണെന്ന് വിചാരിച്ചിരുന്നത്? എന്തിനാണ്? ശരീരത്തിനെ. ആ ശരീരമല്ല ഞാൻ എന്നാണ് ജ്ഞാനം കൊണ്ട് വരുന്നത്. അതാണ് അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മം തന്നെ എന്നുള്ള അറിവുണ്ടായാൽ, അപ്പൊ പിന്നെ ഞാൻ ഈ ശരീരമാണോ? അല്ല. ഞാൻ ഈ ശരീരമല്ലെങ്കിൽ ഈ ശരീരത്തിന്റെ അനുഭവങ്ങൾ എൻ്റെ അനുഭവമാണോ? അവിടെയാണ്. അല്ല, എൻ്റെ അനുഭവമല്ല, അത് ശരീരത്തിന്റെ അനുഭവമാണ്. അപ്പൊ എനിക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടോ? ഇല്ല. എനിക്ക് ഒരു കർമാനുഭവമില്ല. ഞാൻ സ്വമഹിംനി, അതില് ആനന്ദിച്ചു കൊണ്ടിരിക്കുന്നു. ആത്മജ്ഞാനത്തില് ആനന്ദത്തിൽ ഇരിക്കുന്നു. ശരീരത്തെ അനുഭവങ്ങൾ എൻ്റെ അനുഭവം അല്ല. വളരെ വളരെ ഹൈ, അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് ഈ പറയുന്നത്. മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ശരീരത്തിനും എനിക്കും സംബന്ധമില്ല. ജ്ഞാനം വന്നാൽ അതാണ് അവസ്ഥ. ജ്ഞാനം വന്നാൽ അതാണ് അവസ്ഥ. സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണത്തിലൊക്കെ അത് പറയുന്നുണ്ടല്ലോ. ജ്ഞാനം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ശരീരത്തിനെ കുറിച്ച് യാതൊരു ശ്രദ്ധയില്ല. ചിലർ നമുക്ക് തോന്നും ശ്രദ്ധിക്കുന്നുണ്ടെന്ന്, പക്ഷെ അവരുടെ ഉള്ളിൽ അങ്ങനെയല്ല. അത് പല ഗുരുക്കന്മാരും അത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. രമണ മഹർഷിയുടെ ഒക്കെ കാര്യത്തിൽ എത്രയോ ചോദ്യങ്ങളും മറുപടിയിൽ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശരീരത്തിനും എനിക്കും സംബന്ധമില്ല. അതാണ് ഒരാളുടെ ജ്ഞാനം. അപ്പൊ നമുക്ക് ജ്ഞാനം ഉണ്ടായാൽ അങ്ങനെയാവും നമ്മൾ. ആ ജ്ഞാനം ലഭിക്കാനാണല്ലോ ഇത്രയും കഷ്ടപ്പെടുന്നത്, ഇത്രയൊക്കെ മനസ്സിലാക്കാൻ പോകുന്നത് ആ ജ്ഞാനം ലഭിക്കാനാണ്. അപ്പോ ആ ജ്ഞാനം ലഭിക്കുമ്പോ പിന്നെ പേടിക്കേണ്ട, പ്രാരബ്ധം അനുഭവിക്കണല്ലോ എന്ന്. ആ പ്രാരബ്ധ അനുഭവം അവിടെ ഫീൽ ചെയ്യില്ല. കാരണം നമ്മൾ ഈ ശാസ്ത്രമെല്ലാം പറയുന്ന സച്ചിത് ആനന്ദം, ആ അവസ്ഥയിലേക്ക് തന്നെയാണ് നമ്മൾ എത്തിപ്പെടുക. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ശരിയാവണേ? ജ്ഞാനം കിട്ടിയാൽ സച്ചിദാനന്ദ സ്വരൂപനാണ് എന്ന് വന്നാൽ പിന്നെ സാധാരണ ജനങ്ങളെ പോലെ പ്രാരബ്ധം അനുഭവിച്ചുകൊണ്ടും വിഷമിച്ചുകൊണ്ടും കരഞ്ഞുകൊണ്ടും ചിരിച്ചുകൊണ്ടും ഒക്കെ ഇരിക്കാൻ പറ്റുമോ? ഇല്ല, അത് ശരിയാവില്ലല്ലോ. രണ്ടും കൂടെ എങ്ങനെ യോജിക്കുന്നു? അപ്പോ മാനം അപമാനം, ചൂട് തണുപ്പ്, ജയം പരാജയം എന്നിവയെല്ലാം എനിക്കല്ല, ഈ ശരീരത്തിനാണ്. അഹമാത്മാ ബ്രഹ്മ. ഇതൊന്നും എനിക്കല്ല. അഹം, ഞാൻ ആരാണ്? ആത്മാ ബ്രഹ്മ, ഞാൻ ബ്രഹ്മം തന്നെ. ശരീരത്തിന് പലതും ഉണ്ടാവും, അത് പൊക്കോട്ടെ, ഞാൻ ഈ ശരീരമല്ലല്ലോ. എന്തുകൊണ്ട് ഇങ്ങനെ പറയണു എന്നാൽ, ശരീരം ഞാനല്ല, അതാണ് സത്യം. ആ സത്യം തിരിച്ചറിഞ്ഞല്ലോ. ഇത്രയും ജന്മം തിരിച്ചറിഞ്ഞിട്ടില്ല, ഈ നിമിഷം വരെ അറിഞ്ഞിട്ടില്ല. ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുന്നേ. പക്ഷെ ആചാര്യസ്വാമി നമുക്ക് അനുഗ്രഹിച്ചു തരും എന്നുള്ളത് മുന്നോട്ട് പോകും. ശരീര അഭാവത്തെ അറിയണം. ശരീര അഭാവത്തെ സ്വയം അറിയുക നിസ്സാര കാര്യമല്ല, അല്ലെ? ശരീര അഭാവത്തെ സ്വയം അറിയുന്നത്. ഗാഠനിദ്രയില് ശരീരഭാവം അത് സ്വയം അറിയുന്നുണ്ടോ? അറിയുന്നുണ്ട്. എങ്ങനെയാ അറിയുന്നേ? ഉണരുമ്പോ പറയുന്നു ഒന്നും അറിഞ്ഞില്ല, സുഖമായിട്ട് ഉറങ്ങി. അപ്പൊ അവിടെ ശരീരഭാവം കൊണ്ടാണ് ആ സുഖം അനുഭവിച്ചത്. സൂക്ഷ്മ ശരീരത്തിന്റെ അനുഭവം ഉള്ളപ്പോഴാണ് സ്വപ്നം കണ്ടത്. സ്ഥൂല ശരീരത്തിന് ആ സമയത്ത് ജാഗ്രത വന്നു. പിന്നെ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ വന്നപ്പോൾ സുഖം കിട്ടി, സുഖമായിട്ട് ഉറങ്ങി എന്ന് പറഞ്ഞു. ഇന്ദ്രിയങ്ങളെല്ലാം മഞ്ഞെല്ലാം പോയപ്പോ അപ്പോ ശരീരമില്ലാത്തൊരവസ്ഥയിൽ നമ്മൾ അനുഭവിച്ചല്ലോ. കുറച്ചെങ്കിലും, ഒരു സെക്കൻഡെങ്കിലും അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അത് നിലനിർത്താൻ പറ്റുന്നില്ല. ആ നിലനിർത്തലാണ്, അറിഞ്ഞുകൊണ്ട് നിലനിർത്തലാണ് ജ്ഞാനം. ബൃഹദാരണ്യോപനിഷത്തിലൊക്കെ അത് പറയുന്നുണ്ട്. കർമ്മഫലം എന്നാൽ എന്ത് എന്നൊരു ചോദ്യം വരും. സുഖം ഓർ ദുഃഖം
ആ അനുഭവത്തെ നൽകുന്നതാണ് കർമ്മം. സുഖം അല്ലെങ്കിൽ ദുഃഖം. ആ അനുഭവത്തിന് ആധാരമായിരിക്കുന്നതോ ശരീരം. സുഖം അല്ലെങ്കിൽ ദുഃഖം ആണ് കർമ്മഫലം. ആ കർമ്മഫലം അനുഭവത്തിൽ വരുന്നതിന് ആധാരമായിരിക്കുന്നത് ശരീരമാണ്, ഉടലാണ്. കാരണശരീരത്തിലെ പാപപുണ്യങ്ങളെ അനുഭവിക്കാൻ സ്ഥൂല ശരീരം കൂടിയേ തീരും, അല്ലെ? കാരണശരീരമാണല്ലോ ജന്മമെടുക്കാൻ കാരണമായത്. അതുകൊണ്ടാണ് കാരണശരീരം തന്നെ പേര്. അപ്പോ സൂക്ഷ്മ ശരീരം മാത്രം പോരാ, സ്ഥൂല ശരീരം കൂടി ഉണ്ടെങ്കിലേ പാപപുണ്യഫലങ്ങളെ അനുഭവിക്കാൻ പറ്റൂ. അപ്പൊ അതിന് സ്ഥൂല ശരീരം വേണം. കാരണം അപ്പോഴേ ജഗത് അഥവാ ലോകവുമായിട്ട് സംബന്ധം പുലർത്തി അതിൽ നിന്നുള്ള സുഖദുഃഖങ്ങളെ അനുഭവിക്കാൻ പറ്റും. സ്ഥൂല ശരീരം കൊണ്ട് മാത്രമേ ജഗത്തുമായിട്ട് ബന്ധപ്പെടാൻ പറ്റൂ. നമ്മളിപ്പോ കാണുന്ന ജഗത്ത് ഉണ്ടല്ലോ, നേരത്തെ അത് മിഥ്യ എന്ന് പറയുന്നത് അവിടെ നിൽക്കട്ടെ. ഇപ്പൊ നമ്മൾ കണ്ട് അനുഭവിക്കുന്ന ഈ ജഗത്ത്, ഇതിനെ സ്ഥൂല ശരീരം കൊണ്ടേ പറ്റുള്ളൂ. സ്വപ്നത്തില് ഇതല്ലല്ലോ. സ്വപ്നത്തിൽ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യാണ്. അവിടെ എല്ലാം നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ തന്നെ അനുഭവിച്ച പോലെയൊക്കെ. അതും ഇതുമായിട്ട് വ്യത്യാസമുണ്ട്. സ്ഥൂലത്തിലെ അനുഭവം, സൂക്ഷ്മ ശരീരത്തിന്റെ അനുഭവവും സ്ഥൂല ശരീരത്തിന്റെ അനുഭവം തമ്മിൽ നേരത്തെ നമ്മൾ പഠിച്ചു. സ്വപ്നത്തിലും ജാഗ്രതത്തിലും രണ്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല. അത് ഇവിടെ പറ്റില്ല, ഇതെടുത്ത് അങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റില്ല, അവിടെ നിന്നെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പഠിച്ചു. അപ്പൊ ഈ സ്ഥൂല ശരീരത്തില് ഇരുന്നു കൊണ്ട് ഈ ലോകം അനുഭവിക്കുമ്പോഴാണ് പാപപുണ്യങ്ങളുടെ ഫലം അനുഭവിക്കപ്പെടുന്നത്. അതിന്റെ സ്ഥൂലം കൂടിയേ തീരും, ജഗത്തും കൂടിയേ തീരും. ഇത് രണ്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് പോകുന്നത്. ജ്ഞാനി എന്താ ചെയ്യുന്നത്? ഞാൻ വേറെ, ശരീരം വേറെ. അത് ജ്ഞാനി അറിഞ്ഞൊരു കാര്യമാണ്. അഹം ബ്രഹ്മാസ്മി, അയം ആത്മാ ബ്രഹ്മ. ഇങ്ങനെ അറിഞ്ഞു കഴിയുമ്പോ ആ സ്ഥൂല ശരീരം വേറെ, ഞാൻ വേറെ. അപ്പൊ എന്താണ്? ശരീരമേ ഇല്ല. അങ്ങേരെ സംബന്ധിച്ചുള്ള ശരീരമേ ഇല്ല. എന്താ കാരണം? അതാണ് നേരത്തെ നമ്മൾ പഠിച്ച മിഥ്യാത്വം, അല്ലെ? നേരത്തെ നമ്മൾ വലിയൊരു തത്വം പഠിച്ചു, പ്രപഞ്ചം മിഥ്യ, ശരീരം പ്രപഞ്ചം തന്നെ. അപ്പൊ ശരീരവും മിഥ്യ. ആ ഒരു ക്ലാസ്സിൽ അത് വളരെ വിശദമായിട്ട് ആചാര്യസ്വാമി പറഞ്ഞു. പ്രപഞ്ചം മിഥ്യ, ആ പ്രപഞ്ച നിർമ്മിതമായ ഈ ശരീരം അപ്പോ മിഥ്യ ഇല്ലാതാകുമോ? ഇത് മിഥ്യ തന്നെ. ഇതൊരു തോന്നൽ മാത്രമാണ്. ജഗത്തൊരു തോന്നലാണ്, അതുപോലെ ശരീരവും ഒരു തോന്നലാണ്. അപ്പൊ ശരീരമേ ഇല്ല എന്നറിഞ്ഞാൽ പിന്നെ ശരീര അനുഭവമായ കർമ്മഫലം എങ്ങനെ ജ്ഞാനിക്ക് വരും? ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഈ ശരീരം മിഥ്യയാണ്. ഞാൻ ശരീരമല്ല, ആനന്ദസ്വരൂപനാണ്, സ്വമഹിമയിൽ വിളങ്ങുന്നവനാണ്, ഏറ്റവും സന്തോഷമായിട്ടിരിക്കുന്നവനാണ്. പിന്നെ എങ്ങനെയായി ശരീരാനുഭവം ഉണ്ടാവുക ജ്ഞാനിക്ക്? കർമ്മഫലം എങ്ങനെ അവിടെ വരും? വരില്ല. അയാളെ സംബന്ധിച്ച് ശരീരമേ ഇല്ല. അങ്ങനെ ഇരിക്കുന്ന ഒരാളോട് പോയിട്ട് ശരീര സംബന്ധമായ സുഖദുഃഖങ്ങൾ താങ്കൾക്കുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്നത് എത്ര വലിയ മണ്ടത്തരാണ്. ഒരു ജ്ഞാനിയോട് പോയിട്ട് ശരീരസുഖമുണ്ടോ എന്ന് ചോദിക്കുന്ന ആ ചോദ്യമൊക്കെ പല കാര്യങ്ങളും ചില മണ്ടത്തരമൊക്കെ ചോദിക്കും. നമ്മളൊക്കെ അറിയാതെ ചോദിച്ചു പോയി. ജ്ഞാനിയായിരിക്കുന്ന ആളോട് നമുക്കറിയില്ല, ഉള്ളുകൊണ്ട് അയാൾ ജ്ഞാനിയാണോ നമുക്കറിയോ? ഇല്ല. പക്ഷെ അതുപോലെ നമ്മളതുകൊണ്ട് പല ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ അങ്ങനെ ചോദിക്കുന്നതേ തെറ്റാണ്. ജ്ഞാനിയെ സംബന്ധിച്ച് ഒന്നുമില്ല. പക്ഷേ ചോദിക്കുന്ന ആള് ജ്ഞാനിയല്ലല്ലോ, അവിടെയാണ് പ്രശ്നം. ചോദിക്കുന്ന ആള് ജ്ഞാനി അല്ലാത്തത് കാരണം, ചോദിക്കുന്ന ആള് ജ്ഞാനിയല്ലാത്ത, ജ്ഞാനിയോട് ചോദ്യം ചോദിക്കുന്നത് ജ്ഞാനിയല്ലാത്ത ആളായതുകൊണ്ട് ആ ജ്ഞാനിയല്ലാത്ത ആൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പ്രാരബ്ധമുണ്ട്, അനുഭവിച്ചേ തീരൂ എന്ന് അയാളെ, അതായത് ആ അജ്ഞാനിയെ തൃപ്തിപ്പെടുത്താനായി പറയുന്നു. അതാണ് ശാസ്ത്രം പറയുന്നത്. അജ്ഞാനിയാണ് ചോദിക്കുന്നത് കൊണ്ട്
അജ്ഞാനിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇതേ വഴിയുള്ളൂ. പ്രാരബ്ധമുണ്ട്, അനുഭവിച്ച് ശരീരം വിടുന്നവരെ കാണും എന്ന് പറയും. കാരണം അജ്ഞാനിക്ക് അത് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അജ്ഞാനിക്ക് ഒന്നുമില്ലെന്ന് പറയാൻ അജ്ഞാനിക്ക് മനസ്സിലാവില്ല. ഞാൻ വേറെ, ശരീരം വേറെ എന്ന് പറഞ്ഞാൽ അജ്ഞാനിക്ക് മനസ്സിലാവുമോ? ഇല്ല. അപ്പോ അജ്ഞാനിയോട് അതേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ പറയുന്നത്. ജ്ഞാനിക്ക് ശരീരമേ ഇല്ല എന്നതിനാൽ ശരീരധർമ്മങ്ങളില്ല. ശരീരധർമ്മങ്ങളൊന്നും ഇല്ല അവിടെ. ജ്ഞാനനിഷ്ഠ വന്ന ഉടൻ ശരീരം ഞാനല്ല, ശരീരധർമ്മവും എനിക്കില്ല, ശരീര അനുഭവങ്ങളും എനിക്കില്ല എന്നതാണ് അവസ്ഥ. ഈ അവസ്ഥയാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. ജ്ഞാനനിഷ്ഠ വന്നാൽ അപ്പൊ തന്നെ ആ സെക്കൻഡിൽ, അതിന് വേറെ സമയമൊന്നും പറയുന്നില്ല, എപ്പോ ജ്ഞാനം ഉദിക്കുന്നുവോ അപ്പോൾ ശരീരം ഞാനല്ല, ശരീരധർമ്മവും എനിക്കില്ല. ശരീരം ഞാനല്ലെങ്കിൽ പിന്നെ ശരീരത്തിന് ധർമ്മം വേണ്ടല്ലോ. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, കുറേ പറഞ്ഞു അല്ലേ? ശരീരധർമ്മം, ആത്മാവിനെ ശരീരമായി തെറ്റിദ്ധരിക്കുന്നു, ശരീരധർമ്മത്തെ ആത്മാവിൽ ആരോപിക്കുന്നു, കുറേ ഉദാഹരണങ്ങൾ വെച്ച് ആചാര്യസ്വാമി പറഞ്ഞു. അപ്പൊ എനിക്കില്ല, ശരീരം അനുഭവിക്കുന്നതും എനിക്കില്ല എന്ന് അറിയുന്നു. അപ്പൊ ഒരാൾ ചോദിച്ചു, എത്ര നാൾ അങ്ങനെ ഇരിക്കുന്നു? അതൊരു ചോദ്യമല്ലേ. എത്ര നാൾ അങ്ങനെ ഇരിക്കും? ശരീരം വീഴുന്നത് വരെ, ശരീരപാദം വരെ. അതെങ്ങനെയാണ്? ഒരു പ്രോഗ്രാം നടക്കുകയാണ്. ആ പ്രോഗ്രാം നടക്കുമ്പോൾ അയാൾ സാക്ഷി. ഒരു പ്രോഗ്രാം നടക്കുകയാണ്. ആ പ്രോഗ്രാം നടക്കുമ്പോൾ അയാൾ സാക്ഷി. പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ അയാളുണ്ടോ? അയാളുണ്ടല്ലോ. ആ പ്രോഗ്രാം നടക്കുമ്പോൾ അയാളുണ്ടായിരുന്നു, പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ അയാളുണ്ടായിരുന്നു, കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ. അതുപോലെ ആത്മജ്ഞാനം വന്ന ജ്ഞാനി ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കും. ഈ ശരീരം എന്ന ഇതിന്റെ, ഈ സ്ഥൂല ശരീരത്തിന്റെ പ്രോഗ്രാമുകളെല്ലാം കണ്ടുകൊണ്ടിരിക്കും. എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞത് താഴെ പോകുന്നതും കാണും. എല്ലാവരും ഇനി ഒരെണ്ണം ഉണ്ടാവില്ല എന്നുള്ള അറിയാമല്ലോ. വേറെ ഒന്നും ഇല്ലല്ലോ, ആനന്ദ സ്വരൂപനാണല്ലോ. അപ്പൊ ഇത് വീണു പോണത് അദ്ദേഹം ഒരു ഷർട്ട് ഊരിയിടുന്ന പോലെ കാണും. അങ്ങനെ സാക്ഷിയായിട്ടിരിക്കും. ആത്മാ സാക്ഷിയായിട്ടിരിക്കും. അതല്ലേ രണ്ട് പക്ഷികളുടെ കാര്യം പറഞ്ഞപ്പോ ഒരാള് സാക്ഷിയായിട്ടിരിക്കുന്നു എന്ന് ആ ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. എത്രയോ പറഞ്ഞിട്ടുണ്ട് സാക്ഷിയായിരിക്കുന്ന അവസ്ഥ. അപ്പോ അയാളുണ്ട്. പ്രോഗ്രാം കഴിഞ്ഞ ശേഷം സാക്ഷി എന്നുള്ള അയാൾക്ക് ആ സ്റ്റാറ്റസ് ഉണ്ടോ? ഇല്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രോഗ്രാം നടക്കുമ്പോൾ സാക്ഷി എന്ന സ്റ്റാറ്റസ് ഉണ്ട്. അതായത് ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ സാക്ഷി എന്ന സ്റ്റാറ്റസ് ഉണ്ട്. ഈ ശരീരപാദത്തിന് ശേഷം നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞു. അവിടെ പ്രോഗ്രാം കഴിഞ്ഞ പിന്നെ സാക്ഷി എന്ന് പറയാൻ പറ്റുമോ? പ്രോഗ്രാം ഉണ്ടെങ്കിലല്ലേ സാക്ഷിയും. അപ്പൊ പിന്നെ സാക്ഷി എന്നുള്ള സ്റ്റാറ്റസ്, അങ്ങനെ ഒരു സ്റ്റാറ്റസ് അവിടെ ഇല്ല. പക്ഷെ ആ ശരീരമല്ല, ഞാൻ ആത്മസ്വരൂപമാണ് എന്നുള്ള ആ അറിവും അവിടെ വേറെ ഇല്ലല്ലോ. ഞാൻ വേറെ എന്നുള്ളൊരു സംഭവമേ ഇല്ലല്ലോ. നേരത്തെ പഠിച്ചല്ലോ, ബ്രഹ്മം എന്നാൽ സർവവും ബ്രഹ്മമയം എന്നുള്ള ലെവലിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും അവിടെ ഇല്ല. പിന്നെ വേറൊരു ആംഗിളില് ലോജിക്കായിട്ട് നോക്കുമ്പോൾ പോലും ഞാനിക്ക് കർമ്മഭയമില്ല എന്ന് കാണാവുന്നൊരവസ്ഥയെ പറയും. ഒരാള് നമ്മളെ സങ്കടപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഒരു കുത്തുവാക്ക് പറയും, അല്ലേ? അങ്ങനെയുണ്ടല്ലോ, ഒന്ന് സങ്കടപ്പെടുത്താൻ വേണ്ടിയിട്ട് കുത്തുവാക്ക് പറയുന്നൊരു പരിപാടിയുണ്ട്. അങ്ങനെ പറയുകയാണ്. അപ്പൊ അയാള് ആലോചിക്കും. ഈ കുത്തുവാക്ക് പറയുന്ന ആള് ആലോചിച്ചിട്ട് തന്നെ പറയണേ. നമ്മൾ വിചാരിക്കുന്നു ചുമ്മാ പെട്ടെന്ന് പറഞ്ഞാൽ. അങ്ങനെയല്ല. കുത്തുവാക്ക് പറയുന്നവരൊക്കെ ശരിക്കും ആലോചിക്കുന്നുണ്ട്. എങ്ങനെ ആലോചിക്കുന്നത്? കൂടുതൽ ദുഃഖം വരാൻ എന്ത് വാക്കാണ് പ്രയോഗിക്കേണ്ടതെന്ന് നോക്കിയിട്ടാണ് പ്രയോഗിക്കുന്നത്. നമ്മൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കൂടുതൽ നമ്മളെ വേദനിപ്പിക്കാൻ ഏത് പദം കൊണ്ട് സാധിക്കും എന്ന് ആലോചിച്ചുറച്ചിട്ടാണ് ആ വാക്കുകൊണ്ട് നമ്മളോട് പറയുന്നത്. അങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവും ഉറപ്പായിട്ടും. കാരണം നമ്മളോട് ഇപ്പൊ ഒരാൾ പറയാണ്, ഞാനേ മറ്റേ പുള്ളി ഭയങ്കരമായിട്ട് വിഷമിക്കുന്നത് കണ്ടില്ലേ, കണ്ടു,
ഞാൻ ശരിക്കും 2 വർത്തമാനം പറഞ്ഞു. വളരെ കോമൺ ആയിട്ടുള്ള യൂസേജ്. ഞാൻ ശരിക്കും 2 വർത്തമാനം അയാളോട് പറഞ്ഞു. അത് അയാൾക്ക് കുറിക്ക് കൊണ്ടു. അപ്പൊ കണ്ടില്ലേ ആളുടെ അവസ്ഥ കണ്ടില്ലേ എന്ന്. അപ്പൊ എന്തുമാത്രം ആലോചിച്ചിട്ടാണ് ഈ വേദന കൊടുക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തത് അല്ലേ? നല്ല പ്രിപ്പറേഷൻ ചെയ്തിട്ടാണ് ഒരു വേദന ഒരാൾക്ക് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് പുകഴ്ത്തലും. പുകഴ്ത്താൻ ഉപയോഗിക്കുന്ന വാക്കുകളും ഗംഭീരമായ വാക്കുകളാണ്. എത്രത്തോളം നമ്മളെ ആകാശത്തോട്ട് പൊക്കിയെടുക്കാവോ അത്രത്തോളം പൊക്കുന്ന വാക്കുകളായിരിക്കും ഈ പുകഴ്ത്തുന്ന ആള് പ്രയോഗിക്കുന്നത്. അതിന്റെ അയാളുടെ ലക്ഷ്യം അത് തന്നെയാണ്, നമ്മളെ ആകാശത്തോളം ഉയർത്തണം എന്നുള്ളത് തന്നെ അയാളുടെ ആഗ്രഹം. അപ്പോ പുകഴ്ത്താൻ ഉപയോഗിക്കുന്ന വാക്കുകളും വളരെ സെലക്ട് ചെയ്ത് കറക്റ്റ് നന്നായിട്ടാണ് പറയുന്നത്. അതിലും നമ്മൾ വീണു പോകും. അദ്ദേഹം വളരെ ഹാപ്പിയായി ഞാൻ പറഞ്ഞപ്പോഴേ എന്ന് നമ്മൾ തന്നെ പറയാറുണ്ട് വേറൊരാളോട്. ഞാൻ നന്നായിട്ടങ്ങ് പ്രശംസിച്ചു വിട്ടു കേട്ടോ. അപ്പൊ നമ്മളെന്ന് പറയാ നന്നായി, നമ്മൾ സന്തോഷിച്ചിരിക്കട്ടെ എന്ന് പറയും. ഇതൊക്കെ നിത്യജീവിതത്തിൽ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോ അങ്ങനെ ഉപയോഗിച്ച വാക്ക്, ഈ വാക്ക് ആലോചിച്ച് ഉണ്ടാക്കിയതാണ്. പുകഴ്ത്തലാണെങ്കിലും ദുഃഖമാണെങ്കിലും ആ വാക്കിന്റെ പ്രയോജനം എപ്പോഴാണ് ഉണ്ടാവുക? നമ്മളൊരു വാക്ക് അങ്ങനെ പ്രയോഗിച്ചു, ദുഃഖിപ്പിക്കാൻ ഒരു വാക്ക് പ്രയോഗിച്ചു, അല്ലെങ്കിൽ സന്തോഷിപ്പിക്കാനും ഉയർത്താനായിട്ട് വാക്ക് ഉപയോഗിച്ചു. ആ വാക്കിന്റെ പ്രയോജനം ഉണ്ടാകുന്നത് എപ്പോഴാണ്? ആ വാക്ക് അയാളിൽ ഒരു ചലനം ഉണ്ടാക്കണം. ആ വാക്ക് അയാളിൽ ചലനമുണ്ടാക്കുമ്പോൾ മാത്രമേ ഫലപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ. നമ്മൾ പറയുന്ന വാക്ക് അയാളിൽ ഒരു ചലനമുണ്ടാക്കിയാലേ നമ്മൾ ഉദ്ദേശിച്ച ഫലം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ഹിന്ദിക്കാരൊക്കെ ഇഷ്ടംപോലെ വീടാ നമ്മുടെ വീട്ടിൽ വന്ന് ജോലി ചെയ്യുന്നുണ്ടല്ലോ. അവരിപ്പോ നമ്മളെ എന്തെങ്കിലും ചീത്ത പറഞ്ഞാലും നമുക്കറിയില്ല, നമ്മൾ പുകഴ്ത്തിയാലും നമുക്കറിയില്ല. അപ്പൊ അയാള് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടാവും. ചിലപ്പോ നമ്മൾ ചില സാധനങ്ങൾ മാറ്റിയിടാൻ പറയേ, അല്ലെങ്കിൽ ചില ജോലികൾ കൂടുതൽ ചെയ്യാൻ പറയേ, അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറയുമ്പോൾ അയാൾ മനുഷ്യനില്ല, അയാൾക്കും നീരസമൊക്കെ കാണും. അപ്പൊ അയാൾ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടാവും ആ ഭാഷയിൽ. നമുക്കറിയാത്ത കാരണം കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ മലയാളത്തിലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സമനില തെറ്റുന്ന രീതിയിലായിരിക്കുള്ള കാര്യമായിരിക്കും അയാൾ പറഞ്ഞത്. അപ്പൊ ഈ വാക്ക് നമ്മളും കൂടെ അറിയുന്ന വാക്കാണെങ്കിലേ അത് പ്രവർത്തിക്കുള്ളൂ, അല്ലെങ്കിൽ പ്രവർത്തിക്കത്തില്ല. അപ്പോ ഈ പ്രവർത്തിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾ എന്തുമാത്രം സെലക്ട് ചെയ്യുന്നുണ്ട് ഈ വാക്ക്, അല്ലേ? നമുക്കറിയാത്തൊരു വാക്കുകൊണ്ട് നമ്മളോട് എന്തെങ്കിലും ദുഃഖം വരാൻ വേണ്ടി പറഞ്ഞിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മളിൽ ഇത് പ്രവർത്തിക്കണം എന്ന ഉദ്ദേശത്തോടെ അതിനെ പറ്റിയ വാക്ക് സെലക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ വാക്ക് ചലനം ഉണ്ടാക്കുമ്പോൾ മാത്രമേ ആ വാക്കിന് ഫലപ്രാപ്തിയായുള്ളൂ. ആ സമയം അങ്ങനെ ഒരു പഴി കേൾക്കുന്ന സമയം, ഒരു ചീത്ത കേൾക്കുന്ന സമയം, ആ കേൾക്കുന്ന ആള് ജ്ഞാനിയാണെങ്കിൽ, അയാൾക്ക് അതിനുള്ള ജ്ഞാനം ഉള്ള ഒരു മനുഷ്യനാണെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു സാധകൻ തന്നെ ആയിക്കോട്ടെ, ജ്ഞാനത്തിലേക്ക് എത്തിയില്ലപ്പോട്ടെ, എന്നാൽ ജ്ഞാനി എന്ന് തന്നെ എടുക്കണം. ജ്ഞാനി ആയിട്ടാണ് അയാൾ ഇത് കേൾക്കുന്നത് എങ്കിൽ അയാൾക്കത് എങ്ങനെയായിരിക്കും? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും. അതായത് നമ്മളിപ്പോ മലയാളത്തിലാണ്, ഒരു ജ്ഞാനിയായ ആള് മലയാളിയാണ്, വേദനിപ്പിക്കാൻ പുറപ്പെട്ട ആളും മലയാളിയാണ്. അയാൾ മലയാളത്തിലാണ് അങ്ങനെ ഏറ്റവും നല്ല വാക്ക് സെലക്ട് ചെയ്തിട്ട് അയാളെ വിഷമിപ്പിക്കാൻ ഏറ്റവും കാഠിന്യമുള്ള വാക്ക് ഉപയോഗിച്ചിട്ട് അയാളെ പറഞ്ഞു. അയാൾ ജ്ഞാനി ആയതുകൊണ്ട് അയാൾ ഇതെങ്ങനെ എടുക്കുന്നറിയാവോ? അയാൾ ഈ ഹിന്ദിക്കാരെ പറഞ്ഞപ്പോൾ നമുക്കൊന്നും മനസ്സിലായില്ലല്ലോ. അതുപോലെ ഒരു ചൈനീസ് ഭാഷയോ വേറെ ഏതെങ്കിലും ഭാഷ പോലെ വിചാരിക്കുന്നത്. അയാളിലേക്കില്ല, ഈ സംഭവം അയാളിലേക്ക് പ്രവേശിക്കില്ല. വേറെന്തോ ഭാഷ പോലെ മാത്രമാണ് അയാൾക്ക് ഒന്നും അറിയാത്ത പോലെ അനുഭവപ്പെടുക. കാരണം ആ വാക്കിന്റെ അർത്ഥം ജ്ഞാനിയുടെ ഉള്ളിൽ പോവില്ല. ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ആ വാക്കിന്റെ ഒരു അർത്ഥം ഉള്ളിൽ പോവില്ല. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ജ്ഞാനിക്കേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് പറയാൻ പറ്റുമോ? അത് ഇല്ല. പക്ഷെ ജ്ഞാനികൾ റെസ്പോണ്ട് ചെയ്യാറില്ല. അപ്പൊ നമുക്കറിയാം അവർക്ക് എടുക്കാറില്ല എന്ന്. എന്തൊക്കെ പറഞ്ഞാലും, എന്തൊക്കെ ചീത്ത പറഞ്ഞാലും, എന്തൊക്കെ ചീത്ത വിളിച്ചാലും അവർ അവരുടേതായ രീതിയിൽ മാത്രമേ, ഒരു അനങ്ങത്തില്ല. അവരുടെ ആ ധ്യാനത്തിലോ അല്ലെങ്കിൽ അവര് ഫുൾ ടൈം ബ്രഹ്മത്തിലാണല്ലോ അവർ ചലിക്കുന്നത്. അവർക്ക് വേറെ ഒന്നുമില്ല. അപ്പൊ അവരിൽ ഒരു ഭാവമാറ്റവും നമുക്ക് കാണില്ല. എന്തൊക്കെ ചീത്ത പറഞ്ഞാലും ഇതൊക്കെ ഇഷ്ടംപോലെ ധാരാളം കണ്ടിട്ടുള്ളതാണ്. വലിയ വലിയ ഗുരുനാഥന്മാരുടെ സ്റ്റോറികളൊക്കെ വായിക്കുമ്പോൾ കാണാം. അപ്പൊ നമുക്ക് തോന്നുന്നത് എങ്ങനെ ഇവരൊക്കെ സാധിച്ചു? അവർ ജ്ഞാനിയാണ്, ജ്ഞാനികളാണ്. ജ്ഞാനിക്ക് മാത്രമേ ഇത് സാധിക്കൂ.
അപ്പൊ എന്തോ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനെ സംബന്ധിച്ചിടത്തോളം ഹർട്ട് ചെയ്യാൻ പറഞ്ഞെന്നോ സുഖിപ്പിക്കാൻ പറഞ്ഞെന്നോ ഒന്നുമില്ല. എന്തോ പറയുന്നു, എന്തോ പുലമ്പുന്നു എന്ന് വേണം പറയാൻ ആ വാക്ക്. എന്തോ പുലമ്പുന്നു എന്നായിരിക്കും ജ്ഞാനിയുടെ ഉള്ളിൽ തോന്നുന്നത്. അത്ര മാത്രമേ ഉള്ളൂ. ഒരു അമ്മ ഒരിക്കൽ ഒരു കാര്യം പറഞ്ഞു. പണ്ട് ഒരമ്മ പറഞ്ഞാണേ, പണ്ട് ഭർത്താവ് വളരെയധികം ശകാരിക്കും, കണ്ടമാനം ചീത്ത പറയും. എപ്പോഴും തൊട്ടവനും പിടിച്ചതിനെയും ഭർത്താവ് ഭാര്യ ചീത്തയോ ചീത്ത ഉറക്ക ചീത്ത പറയും. മറ്റുള്ളവർ കേൾക്കലാണ് ഈ അമ്മയെ വഴക്ക് പറയുന്നത്. കണ്ടമാനം വഴക്ക് പറയുന്ന ഒരു ഭർത്താവ് ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഇരിക്കലേ അവര് ഇത് എന്നും കേൾക്കുന്ന അവര് കുറച്ച് ആത്മീയമായിട്ട് ചിന്തയൊക്കെ ഉണ്ട്, ഭയം ഭക്തിയും ഭഗവാനോട് ഭക്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നാമം ജപിക്കുകയെല്ലാം ചെയ്യും. അങ്ങനെ ഇരിക്കലേ അവർക്ക് സ്വല്പം വേദാന്തം പഠിക്കണം എന്നുള്ള ആഗ്രഹം വന്നു. പ്രായമായപ്പോൾ ഈ ചീത്ത അവിടെ തുടരുന്നുണ്ട്. വേദാന്തം പഠിക്കണം എന്നുള്ള ആഗ്രഹം വന്നു. അവർ പോയി കുറെ ഉപനിഷത്ത് ക്ലാസ്സുകളും ഈ പറഞ്ഞമാതിരി ഈ ക്ലാസ്സുകളും ഒക്കെ കേട്ടു. അപ്പൊ അവർക്ക് കുറെ വ്യത്യാസം വന്നു അവരുടെ ഇതില്. ഇപ്പോ പണ്ടൊക്കെ അദ്ദേഹം എപ്പോഴും ചീത്ത പറയുന്നു പറയും. ഇപ്പൊ അവരെന്താ പറയണെന്ന് അറിയാവോ? ഓ, അങ്ങേര് ഏതാണ്ടൊക്കെ അവിടെ കിടന്ന് പുലമ്പുന്നുണ്ടെന്ന്. അത്രേ പറയുള്ളൂ. അങ്ങേര് എന്തൊക്കെയോ പുലമ്പുന്നുണ്ട്, അത്ര മാത്രമേ അവരെടുക്കാറുള്ളൂ. അവരുടെ മനസ്സിലേക്ക് ഇത് കയറാറില്ല, ചലനം സൃഷ്ടിക്കാറില്ല. അങ്ങേരുടെ വാക്കുകൾ, അങ്ങേരുടെ ചീത്ത വാക്കുകൾ ചലനം സൃഷ്ടിക്കാറില്ല. വേദാന്തം പഠിക്കുന്നതിന് മുമ്പ് ഓരോ വാക്കും ആ അമ്മയെ കണ്ടമാനം വിഷമിപ്പിച്ചിരുന്നു. മണിക്കൂറുകളോളം ഇരുന്ന് കരയും. വേദാന്തം പഠിച്ച ശേഷം അങ്ങേരെന്തോ പറയുന്നു, എന്തോ പുലമ്പുന്നു. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വേദാന്തത്തിന്റെ നമ്മുടെ ഉള്ളില് അതിനുണ്ടാക്കാവുന്ന ചലനം, വേദാന്തത്തിന് എന്തുമാത്രം മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. ഇപ്പൊ അവര് പറയാണ്, ഞാനിത് മൈൻഡ് ചെയ്യാറില്ല, നേരെന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരിക്കും. ആ ഒരു അവസ്ഥയിൽ എത്താൻ ചില്ലറ കാര്യമാണോ? നമ്മളെ കുറിച്ചാ പറയണ നോക്കണം. ചീത്ത പറയുന്ന മുഴുവൻ നമ്മളെ കുറിച്ചാ. എന്നിട്ട് പറയാണ്, ഞാനിത് മൈൻഡ് ചെയ്യാറില്ല. കുറച്ച് കഴിയുമ്പോൾ അങ്ങേര് ഇത് നിർത്തിക്കോളും. അടുത്ത കമന്റ് അതാ, എന്തോ പുലമ്പുന്നു, ഞാനത് മൈൻഡ് ചെയ്യാറില്ല, കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം അത് നിർത്തിക്കോളും. അപ്പോ എവിടം വരെ എത്തി അവരുടെ ജ്ഞാനം? അവരുടെ വേദാന്ത പഠനം കൊണ്ട് അവർക്കുണ്ടായ മാറ്റം എന്ത് മാത്രമാണ്? മറ്റേത് 24 മണിക്കൂറും ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്ന അമ്മ വേദാന്ത പഠനത്തിന് ശേഷം പറയുന്നു, അങ്ങേരെന്തൊക്കെയോ പുലമ്പുന്നു. കുറച്ച് കഴിയുമ്പോൾ ഞാനിത് മൈൻഡ് ചെയ്യാറില്ല, കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം നിർത്തിക്കോളും. ഈ ഒരു സമാധാനമായ രീതിയിലേക്ക് അവനവന്റെ മനസ്സിനെ ഉയർത്താൻ സാധിച്ചില്ലേ അമ്മയ്ക്ക്? അത് വേദാന്തമാണ് അത് ചെയ്തു കൊടുത്തത്. അപ്പൊ എന്താണ് അവിടെ? അദ്ദേഹം ഉപയോഗിക്കുന്ന ചീത്തവാക്കുകൾ ഇവരിൽ ഒരു ചലനവും സൃഷ്ടിക്കുന്നില്ല, യാതൊരു ചലനവും ഇല്ല. പുള്ളി അന്ന് ഇന്ന് ഒരേ ചീത്ത തന്നെ പറയുന്നത്. എല്ലാ ചീത്തവാക്കുകളും മാക്സിമം ഉണ്ട്, എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ആ അമ്മയില് ഒരു ചലനവും അത് സൃഷ്ടിക്കുന്നില്ല എന്നൊരു കഥ പറയും. അത് കഥയല്ല, ഒരു ആചാര്യന്റെ അടുത്ത് ആ അമ്മ നേരിട്ട് വന്ന് പറഞ്ഞൊരു കാര്യം. എന്താ ഇപ്പൊ ഈ പഠിത്തം കൊണ്ടൊക്കെ എന്താ നല്ല ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞതാണ്, ഉണ്ട് സ്വാമി, എനിക്ക് ഒരുപാട് ഗുണം ചെയ്തു, ഇത്രയും വർഷമായിട്ട് ഇതൊക്കെ പഠിക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണം ഉണ്ടായി. എൻ്റെ ഭർത്താവ് ഇങ്ങനെയൊക്കെയാണ്, അദ്ദേഹത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ല, പക്ഷെ എനിക്ക് മാറ്റം വന്നതുകൊണ്ട് സമാധാനമുണ്ട്, വീട്ടിൽ ഒരു പ്രശ്നമില്ല. അങ്ങേര് എന്തൊക്കെയോ പുലമ്പും, ഞാനിത് മൈൻഡ് ചെയ്യാറില്ല, കുറെ കഴിയുമ്പോൾ അങ്ങേര് നിർത്തും. ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ സാധിച്ചല്ലോ. അപ്പൊ ജ്ഞാനം വന്ന ആളുടെ അവസ്ഥ എന്തായിരിക്കും അത് മനസ്സിലാക്കാനുള്ളത്. കുറച്ച് പഠിച്ചപ്പോൾ ഇതാണ്, ജ്ഞാനം വന്നാലത്തെ സ്ഥിതി എന്താണ്? അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവരെ സംബന്ധിച്ചോളം ആ വാക്കുകൾക്ക് അവിടെ എക്സിസ്റ്റൻസ് പോലും ഇല്ലാണ്ടായി. അങ്ങേര് പറയുന്ന സെലക്ട് ചെയ്ത് പറയുന്ന ചീത്ത വാക്കുകൾക്ക് പോലും അവിടെ എക്സിസ്റ്റൻസ് ഇല്ല. ഇതേപോലെയാണ് ജ്ഞാനിയുടെ പ്രാരംഭം. ഇല്ലാത്തതിന് സമം, നോൺ എക്സിസ്റ്റൻസ്, ഇല്ലാത്തതിന് സമം. ജ്ഞാനിയുടെ പ്രാരബ്ധവും അതുപോലെയാണ് എന്നാണ്. കർമ്മഫലം ശരീരത്തിനുണ്ടാകും, പക്ഷേ ഞാൻ ശരീരമല്ലല്ലോ.
ഞാൻ ആത്മസ്വരൂപമല്ലേ, ഞാൻ സ്വയം പ്രകാശിക്കുന്നതല്ലേ, എന്നെ എങ്ങനെയാണ് ശരീരത്തിന്റെ വേദനകളോ ദുഃഖമോ ബാധിക്കുക? ബാധിക്കില്ല. ഏതുപോലെ? ഇപ്പൊ പറഞ്ഞ അമ്മയുടെ കാര്യം പറഞ്ഞു. അങ്ങനെ ജ്ഞാനിക്ക് പ്രാരബ്ധം ഇല്ല എന്നാണ് ഇവിടെ ആചാര്യസ്വാമി ഉറപ്പിച്ചു പറഞ്ഞത്. എന്താണ് പറഞ്ഞ ശ്ലോകം? എന്താണ് പറഞ്ഞേ? ഉൽപ്പന്നേ അപി ആത്മവിജ്ഞാനെ, ഉൽപ്പന്നേപ്യ ആത്മവിജ്ഞാനം, ഉൽപ്പന്നേ അപി ആത്മവിജ്ഞാനെ എന്ന് പറഞ്ഞാൽ ആത്മവിജ്ഞാനേ ഉൽപ്പന്നെ, ആത്മജ്ഞാനം ഉണ്ടായ ശേഷം പ്രാരബ്ധം നൈവ മുഞ്ചതി, പ്രാരബ്ധം വിട്ടുപോകുന്നില്ല. ഇതി യത് ശ്രൂയതേ ശാസ്ത്രേ, ഇങ്ങനെ ശാസ്ത്രത്തിൽ പറയപ്പെടുന്നത്, പറയപ്പെട്ടില്ലേ? അങ്ങനെ ശാസ്ത്രത്തിൽ പറയുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ശാസ്ത്രത്തിൽ പറയുന്നു ഉൽപ്പന്നേ അഭി ആത്മവിജ്ഞാനേ ഉൽപ്പന്നെ, ആത്മജ്ഞാനം ഉണ്ടായ ശേഷം പ്രാരബ്ധം നൈവ മുഞ്ചതി, വിട്ടുപോകുന്നില്ല. ഇതി യത് ശ്രൂയതേ ശാസ്ത്രേ, ഇതി യത് ശ്രൂയതേ ശാസ്ത്രേ, ഈ വിധം ശാസ്ത്രത്തിൽ എന്ത് കേട്ടുവോ? ഇനിയാണ് ആചാര്യസ്വാമിയുടെ കമന്റ്. തത് നിരാക്രിയതേ അധുന, തത് നിരാക്രിയതേ അധുന, അതിനെ നിരാകരിക്കാൻ ഈ വരുന്ന സമയം, നിരാകരിക്കുന്നു, ഇപ്പോൾ മുതൽ നിരാകരിക്കുന്നു. അതിനാണ് ഇത്രയും പറഞ്ഞു തന്നെ. എങ്ങനെയാണ് പ്രാരബ്ധം ഇല്ലാണ്ടാകുന്നതെന്ന് നിരാകരിക്കുന്നു. ആചാര്യസ്വാമിയോട് പറഞ്ഞു തത് നിരാക്രിയതേ അധുന, ഇപ്പോ മുതൽ നിരാകരിക്കുന്നു. ആ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് വാദിക്കുമ്പോഴാ പറയണേ, ഇല്ല, ദാ ഇപ്പോൾ മുതൽ അതിനെ ഞാൻ നിരാകരിക്കുന്നു. ഉൽപ്പന്നേ അപി ആത്മവിജ്ഞാനേ പ്രാരബ്ധം നൈവ മുഞ്ചതി ഇതി യത് ശ്രൂയതേ ശാസ്ത്രേ തന്നിരാക്രിയതേ അധുന, അധുന എന്നാണ്, ഇപ്പൊ തന്നെ, ഇപ്പോൾ മുതൽ ആ പറഞ്ഞതിനെ നിരാകരിക്കുന്നു. ഇതാണ് ഈ 90-ാമത്തെ ശ്ലോകത്തില് വളരെ ഗംഭീരമായ ഒരു മനസ്സിലാക്കി തരലാണ് നടന്നത്. ഇത് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഇങ്ങനെ വേണം നമ്മളും നമ്മളോട് വരുന്ന ഓരോ ആൾക്കാരുമായിട്ട് ഇടപെടുമ്പോൾ, സംസാരത്തിൽ ജീവിക്കുമ്പോഴും ആൾക്കാരുമായിട്ട് ഇടപെടുമ്പോഴും കുറേശ്ശെ ആയിട്ട് മുന്നേറണമെങ്കിൽ ഇങ്ങനെയുള്ള കമന്റ്സോ കാര്യങ്ങളോ വരുന്ന സമയത്ത് ഈ പറഞ്ഞ ശ്ലോകത്തിനെ, കാര്യത്തിനെ ഓർത്ത് ഞാനും ജ്ഞാനത്തിന്റെ പാതയിലേക്കാണ് സഞ്ചരിക്കുന്നത്, അതുകൊണ്ട് കുറേശ്ശെ ആയിട്ട് ഇതിൽ നിന്ന് മോചനം വന്ന്, അങ്ങനെ ആ ഒരു അമ്മ എങ്ങനെയാണോ വേദാന്ത ക്ലാസ് കൊണ്ട് വളരെ സമാധാനത്തോടുകൂടി അതേ സ്ഥലത്ത് അതേ ഭർത്താവിനോടുകൂടി ഇരിക്കുന്നത്, അതുപോലെ ഈ ലോകത്തിൽ സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കണം. അതിനൊക്കെയാണ് ഈ ശ്ലോകത്തിന്റെ ഗൗരവം. അതാണ് നമ്മളെ എന്ത് മനസ്സിലാക്കാനാണ്? ഇവിടെ ഈ സംസാര സാഗരത്തില് പടിപടിയായിട്ട് മുന്നോട്ട് വരുമ്പോൾ നിധിധ്യാസനത്തിന്റെ ഒക്കെ ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ മനസ്സിനെ ഇങ്ങനെ ഇതൊന്നും എന്നെ ബാധിക്കില്ല എന്ന അവസ്ഥയിലേക്ക് ചെറിയ കാര്യങ്ങളിൽ കൂടി വന്നു വേണം ശരീരത്തിലെ അനുഭവവും എൻ്റെ അനുഭവമല്ല എന്ന വൻ തിരിച്ചറിവിലേക്ക് എത്താനായിട്ട്. അപ്പൊ അതിന് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. നാളെ ശങ്കരാചാര്യസ്വാമിയുടെ ജയന്തിയാണ്. എല്ലാവരും ശങ്കരാചാര്യസ്വാമിയോട് പ്രാർത്ഥിക്കുക. ശങ്കരാചാര്യസ്വാമിയുടെ ഈ അപരോക്ഷ അനുഭൂതി എന്ന ഈ മഹത് ഗ്രന്ഥം മഹാഭാഗ്യമാണ്. ഈ ജന്മത്തിൽ ഇത് വായിക്കാൻ പറ്റിയതും ഇത് അറിയാൻ പറ്റിയതും. അതുകൊണ്ട് ആചാര്യസ്വാമികളെ സ്മരിക്കുക, ആചാര്യസ്വാമികളുടെ എന്തെങ്കിലും ശ്ലോകങ്ങളും കാര്യങ്ങളും വായിക്കുക, സാഷ്ടാംഗം നമസ്കരിക്കുക ആചാര്യസ്വാമികളെ. നാളത്തെ ദിവസം സ്വാമിയുടെ അനുഗ്രഹം പൂർണ്ണമായിട്ട് കിട്ടണം. അപരോക്ഷാനുഭൂതി നമ്മളിൽ ഒരു മാറ്റം ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആചാര്യസ്വാമിയുടെ അനുഗ്രഹം കൂടി വേണം. അതിന് നമുക്ക് എല്ലാവർക്കുമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവർക്കും സായിരാം.
അടുത്ത ദിവസം കാണാം. സായിറാം സർ. സായിറാം സുരേഷേ.